ഇന്നൊരു ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പെരുന്നാൾ തലേദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എല്ലാം അടക്കിപ്പറക്കി അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ. ഇന്നിവിടെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനൊക്കെ മാത്രമുള്ള ഒരു ദിവസമാണ്. കാരണം മക്കളെല്ലാവരും ഉപ്പാടെയും ഉമ്മാടെ അടുത്തേക്ക് പോയി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കാണാമല്ലോ. ക്ലീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. ക്ലീനാക്കിയ സ്ഥലം അതുപോലെ കിടക്കുകയും വേണം കേട്ടോ. അതെനിക്ക് ഭയങ്കര നിർബന്ധം. ഇപ്പോൾ ഇവിടെ മക്കളൊന്നും ഇല്ലാത്ത കാരണം അത് അങ്ങനെ കിടക്കും. കാരണം എനിക്ക് പെരുന്നാളിന് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഞാനിവിടെ ക്ലീനാക്കിയിട്ട് ബഹൂറൊക്കെ പുകച്ചിട്ട് പോകും. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഫ്രഷ്നെസ് ആയിരിക്കുമല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റും, അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റും. അതെനിക്കൊരു വീക്ക്നെസ്സാണ്. അതിന് എന്നെ ഇവിടെ എല്ലാവരും കളിയാക്കുകയും ചെയ്യും. ഇന്ന് കിടക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ കണ്ട ഒരു ഇതിലായിരിക്കില്ല ഇപ്പോൾ സോഫ ഒന്നും കിടക്കുന്നത്. അങ്ങനെ ക്ലീനിങ് ഒക്കെ 2 മണിക്കൂറിന് ശേഷം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്ന് പിന്നെ പാക്കിംഗ് ആണ് കേട്ടോ. കാരണം ഇന്ന് ഞങ്ങൾ അല്ലയിൽ പോവും, എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പോവും. മക്കളില്ലാത്ത കാരണം ഒരു സുഖമില്ല. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്തിട്ട് ഇവിടുന്ന് സ്ഥലം വിടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് നോക്കിയപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെയും കൂടെ സഫാരിയിൽ പോവാണ് കേട്ടോ. ഒരു 10 മിനിറ്റിൻ്റെ ഒരു പരിപാടിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് അല്ലൈനിൽ പോകണം. അങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള സാധനം മേടിച്ചിട്ട് ഒരു അരമണിക്കൂറിന് നമ്മൾ എത്തുമ്പോഴത്തേലും ഇവിടെ ബ്രദറും വൈഫും വന്നിട്ടുണ്ടായിരുന്നു. അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവരായിട്ട് നമ്മൾ പിന്നെ അല്ലൈനിൽ പോയി. നമ്മളിവിടെ മിസ് ചെയ്തിട്ടാണ് വന്നപ്പോൾ ഇവിടെ ആരുമില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും അവർ വന്നിട്ട് അവർ ചെറിയ ബ്രദറിൻ്റെ വൈഫിനെ വിളിക്കാൻ വേണ്ടി പോയി എടുക്കിയിരുന്നു. അങ്ങനെ വരുമ്പോൾ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടില്ല. അപ്പോൾ കണ്ടപ്പോൾ ചെറിയൊരു വിഷമം, കണ്ട സങ്കടം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കത് നോമ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നോമ്പ് ഇറക്കുമ്പോഴത്തേനും ഉമ്മ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. ഇവരെന്തൊക്കെ ഭയങ്കര ചർച്ചയിലൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബ്രദറും അതുപോലെ ഉപ്പൊക്കെ മേടിച്ച ഗിഫ്റ്റൊക്കെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് അവിടെ. അപ്പം ചെറിയ മോളിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആൾക്കില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരുക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. അവസാനം അവൾ കരച്ചിലായി.
അങ്ങനെ പിന്നെ കരഞ്ഞ് സീനാക്കിയപ്പോഴത്തേനും അവൾ വേഗം പോയിട്ട് എടുത്തോടുന്ന് കൊടുത്തിട്ട. അപ്പം പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ 1 മണിയൊക്കെ ആയിരുന്നു തിരിച്ചു വരുമ്പോൾ. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.